ഹായ്, ഇന്ന് കോഴിക്കോട് ടൗണിലാണുള്ളത്. അപ്പോൾ ഇന്ന് ക്രാഫ്റ്റുകളൊന്നും അല്ല, ഇന്ന് നമ്മൾ കോഴിക്കോട് ടൗണിൽ 2-3 ആവശ്യങ്ങളൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ മകനും ഉണ്ട് കൂടെ, അപ്പോൾ അവനാണ് ക്യാമറ പിടിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥാപനം നിങ്ങളെ പരിചയപ്പെടുത്താണ്. അപ്പോൾ നമ്മുടെ തന്നെ സ്ഥാപനമാണ്, അനിയത്തിൻ്റെ സ്ഥാപനമാണ്, അതായത് എളാപ്പൻ്റെ മകളുടെ സ്ഥാപനമാണ്. അപ്പോൾ അത് പ്രൊഫഷണൽ കേക്കുകളൊക്കെ ഉണ്ടാക്കി അതേപോലെ തന്നെ പഠിപ്പിച്ച് അതേപോലെ അതിൻ്റെ സെയിലൊക്കെ നടത്തുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിലേക്കൊന്ന് അവിടേക്കൊന്ന് പോകണമെന്നുണ്ട്, അവിടെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്ഥാപനം ഒന്ന് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് പോവാം. കോഴിക്കോട് ക്രൗൺ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് കൽപ്പക ബിൽഡിങ്ങിൽ 2nd ഫ്ലോറിലാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥാപനത ട്രിപ്പിൾ ക്യൂൻസ്. അപ്പോൾ നമുക്ക് അവളിവിടെ ഉണ്ടോ എന്ന് നോക്കാം. മൻസി ഇവിടെ എന്തില്ല ക്ലാസ്സിന്? ടൗണിൽ വന്നു. ഞാൻ 2-3 ആവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞതാ വെഡിങ് ഒക്കെ കഴിയാനായി, അവസാനം ലാസ്റ്റ് വർക്കിലാണ്. അങ്ങനെയല്ല ഇതാക്കിട്ട് ഈ പ്ലഗ് ഒന്നും ചേച്ചി വെറുതെ വന്നേലും വെറുതെ ഞാൻ 2-3 ആവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അങ്ങനെ വന്നത്. അപ്പൊ അത് ഈ കൊറോണ ടൈം ആയതുകൊണ്ടായിരിക്കും കുട്ടികൾ കുറവാണ്. ഇന്നിപ്പോ വെഡിങ് കേക്ക് ആയിക്കൊണ്ട് സാധാരണ 2-3 കുട്ടികളെ ഉണ്ടാവാറുള്ളൂ. വെഡിങ് കേക്ക് ക്ലാസ്സിൽ ആയതുകൊണ്ട് എടുത്തതാണ്. അവിടെ ഇവിടെ വെച്ചിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടത്തേക്ക് മാറ്റിയത്. ഓരോ ടയർ ഓരോരുത്തർ ചെയ്യാ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ പെങ്ങള് അൻസിയാണ്, അവളുടെ സ്ഥാപനമാണിത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അവർ ഈ സ്ഥാപനത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അവൾ പറയും. അപ്പൊ എങ്ങനെയാണ് അൻസി ഇപ്പോ കൊറോണ സമയത്തൊക്കെ ആയിട്ട് ഇങ്ങനെ? കുഴപ്പമില്ല. ഞാൻ മാക്സിമം 3-4 സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടാണ് ഇപ്പം ക്ലാസ് എടുക്കുന്നത്. ഇന്നിപ്പം വെഡിങ് കേക്കിന്റെ ക്ലാസ് ആണ്. എല്ലാം ഇവിടെ 1 ഡേ മുതൽ 1 ഡേ ക്ലാസ് ഇപ്പൊ ഓൺലൈൻ ആയിട്ടാണ് ഉണ്ടാവല്. അതെ, 1 ഡേ 2 ഡേ 3 ഡേ ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ 1 മന്ത് 1 വീക്ക് 2 വീക്ക് ഡിപ്ലോമ വരെ ഉണ്ട്. ഓക്കെ, ഒരു ഡിപ്ലോമ ബാച്ച് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് ബാച്ച് രാവിലെ 10:30 മുതൽ 4:30 വരെ ഉണ്ടാവും. 10:30 to 4:30 ആണ് ക്ലാസ് ടൈം ഒക്കെ വരുന്നത്. അല്ല, അതിപ്പോ 1 ഡേ ക്ലാസ് ആണെങ്കിലും 2 ഡേ ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും 1 മന്ത് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഒരു കോഴ്സിന്റെ സമയത്തായിരിക്കും ഉണ്ടാവില്ല, അതായത് ഒരു കുട്ടി ഇങ്ങനെ പഠിച്ച് പൂർത്തിയായിട്ട് 1 വീക്ക് എന്ന് പറഞ്ഞാല് 7 ദിവസം തന്നെ ഉണ്ടാവും ക്ലാസ്. പല രീതിയിലുള്ള കോഴ്സുകളാണ് വരുന്നത്. 1 വീക്ക് ക്ലാസ് എന്ന് പറഞ്ഞാല് ബേസിക് ആയിട്ടുള്ള കേക്സുകളാണ് വരുന്നത്. 2 വീക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് അതിന് ഫോണ്ടന്റും പിന്നെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെഡിങ് കേക്ക് ക്ലാസ് എന്ന് പറയുന്നത് എടുക്കുന്നതാണ്. ഇന്നിപ്പോ വെഡിങ് കേക്കിന്റെ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞ് 3 ദിവസത്തെ ക്ലാസ് ആണ്. 3-ാമത്തെ ദിവസം ഫിനിഷിംഗ്. തലേന്ന് അവര് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉണങ്ങി. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന എഡിബിൾ ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന എല്ലാ സാധനം. ഇതിന്റെ മുകളിലുള്ള ലേസ് ആയാലും പിന്നെ സ്റ്റെൻസിൽ വർക്ക് ആയാലും ഒക്കെ ഇവിടെ അവര് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പൊ കുട്ടികളെ ഈ ക്ലാസ് അല്ലാതെ ഇപ്പൊ നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് കല്യാണം അല്ലെങ്കിൽ സൽക്കാരം അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ അത് നമ്മൾ എത്തിച്ചു കൊടുക്കും. കേക്ക് ഓർഡർ, കേക്ക് ഉണ്ട്, പിന്നെ കുക്കീസുകൾ ഉണ്ട്, പിന്നെ മാക്രോൺസ് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്, ചോക്ലേറ്റ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് തീമാണോ പറയുന്നത് ആ തീം. ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് ടെൻഡർ കോക്കനറ്റ് ഉണ്ട്, സ്പെഷ്യൽ ടെൻഡർ കോക്കനറ്റ് ആണ്. അതൊക്കെ ഇപ്പൊ നല്ല മൂവിങ് ആണ്. ഓരോ തീമില് ബേബി ബോസ് അല്ലാണ്ട് പിന്നെ എൽസ തീം ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അതിന്റെ നമ്പറിൽ ബന്ധപ്പെട്ടാല്, അതായത് നമ്പറൊക്കെ നമ്മള് സ്ക്രീനിൽ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മള് ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ നമ്പറൊക്കെ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ ട്രിപ്പിൾ ക്യൂൻസ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻസ്റ്റാഗ്രാം. അപ്പം അതില് പിന്നെ നമ്പർ ഉണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ എന്തായാലും കേക്ക് ഓർഡർ ആണെങ്കിലും ഇനി പഠിക്കാനുള്ളതാണെങ്കിലും. കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുൻപോട്ടുള്ള ജോലി സാധ്യത കാര്യങ്ങളൊക്കെ ഇപ്പൊ പഠിച്ച 99% പേരും
പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. 99% പേര് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ക്ലാസ് സ്റ്റാർട്ട് അധികം പേരും പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കാൻ വരിക. പക്ഷെ പഠിച്ചൊക്കെ തീരുമ്പോഴത്തേക്ക് അവർക്ക് സെയിലെടുക്കും. സെയിലെടുക്കുമ്പോൾ പിന്നെ അവർ അതിലേക്ക് പോകും. പിന്നെ 1 വീക്കിന് വന്നാൽ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. 1 വീക്ക് 2 വീക്ക് അങ്ങനെയാണ് അധികം പേര് 1 വീക്കിന് വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2 വീക്ക് വന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് 1 മന്ത് അങ്ങനെയാണ് ഓരോ സ്റ്റുഡൻസ് ഇവിടെ വരുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ വീണ്ടും അല്ലല്ല ലാസ്റ്റ് 3 മന്ത് ഡിപ്ലോമ. അതാവുമ്പോ അല്ല ഇപ്പം 3 മന്ത് കഴിഞ്ഞ ഒരു കുട്ടി കഫേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ കാലിക്കറ്റ് തന്നെ. അല്ല ഇപ്പൊ ഈ കേക്കുകൾ അല്ലാതെ വേറെ എന്താണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബേക്കിംഗ് ഒക്കെ ഉള്ളത്? ഇവിടെ ഇപ്പൊ കുക്കീസ് ഉണ്ട്, കേക്കുകളല്ലാണ്ട് പിസ്സ ബർഗർ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പിസ്സ ബർഗർ ക്ലാസ്, പിന്നെ കുക്കീസുകള്, പിന്നെ ഐസ്ക്രീം ക്ലാസ് ഉണ്ട്. പിന്നെ കുക്കീസ് ഇവിടുന്ന് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ട് ഒന്നായിട്ട് വേരിയന്റായിട്ട്. നമ്മള് കുക്കീസ് ഇല്ലേ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അവിടെ ഇത്ര കുക്കീസ് ഇതല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പിന്നെ ഇതൊക്കെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നതാണ്. ഇവിടെ പുറത്തേക്ക് പോകുന്നുണ്ട് ഒന്നായിട്ട്. ഇതിപ്പോ ഇനി ബ്രാൻഡ് ചെയ്യണമെന്നുണ്ട്. ബ്രാൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കിയാൽ കൊള്ളാന്നുണ്ട്. അതില് ഓട്സിന്റെ ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ആണ്. ഓട്സിന്റെ അത് കോക്കനട്ട് കുക്കീസ് ആണ്, വൈറ്റ് കുക്കീസ് എന്ന് പറയും. അതും നല്ല മൂവിങ് ആണ്. ഓട്സ് ആണ് ഏറ്റവും കൂടുതൽ മൂവിങ് പോകുന്നത്. ഓട്സ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഉണ്ട്. ഇപ്പൊ 3-4 തരം കുക്കീസ് സെയിൽ ചെയ്യുന്നുള്ളൂ. അത് പിന്നെ ഇപ്പൊ അത് പുറത്തേക്ക് അത്യാവശ്യം ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇത് ബ്രാൻഡ് ചെയ്ത് ഇറക്കണം എന്നാണ്. ബ്രാൻഡ് ചെയ്തതിന് ട്രിപ്പിൾ കിങ്സിന്റെ പേരിൽ തന്നെ ബ്രാൻഡ് ചെയ്ത് ഇറക്കണം എന്നുള്ളതാണ് നല്ല അഭിപ്രായമൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതല്ലാതെ ഇപ്പൊ കുട്ടികളൊക്കെ ഈ പഠനത്തിന്റെ ഒക്കെ തിരക്ക് കാരണം ഇങ്ങനെ അതായത് കിച്ചൺ ഐറ്റംസുകളൊന്നും അങ്ങനെ ഒരു ഇവിടെ ഹോട്ട് കിച്ചണിന്റെ ക്ലാസ്സുകളൊക്കെ ചെയ്യണമെന്നുണ്ട്. ശരിയാണ്. ഹോട്ട് കിച്ചണിന്റെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് A to Z. ഇപ്പൊ നമ്മള് പിന്നെ വീട്ടിൽ പഠിച്ചിട്ട് ഇരിക്കുന്നത്, കാപ്പി ചായ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ കാലിക്കറ്റിലൊന്നും ഇല്ല. അപ്പൊ കല്യാണം കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് ഒരു പ്രാക്ടീസ് പിന്നെ ഹോട്ട് കിച്ചൺ ക്ലാസ് ആയിട്ടും അല്ലാണ്ട് പിന്നെ നമുക്കെല്ലാം ഒരു കുട്ടിക്ക് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അങ്ങനത്തെ ക്ലാസ് 1 by 1 ആയിട്ട് ചെയ്തു കൊടുക്കണമെന്നുണ്ട്. നല്ല നല്ല ഷെഫിനെയൊക്കെ കൊണ്ടുവരേ കൂട്ടത്തിൽ ഞാൻ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അതായത് മൊത്തത്തിൽ പറഞ്ഞ ഒരു കിച്ചൺ സ്കൂൾ. അപ്പൊ അനുസരിച്ച് ഇപ്പൊ ഓർഡർ പ്രകാരം ഇങ്ങനെ കേക്കുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലാണ്ട് എനിക്ക് റീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ? അതും കൂടി ചെയ്യണം. പരിപാടികളൊക്കെ ചെയ്യാനുള്ള ഉണ്ട്. ചെറിയൊരു ഷോപ്പ്, ഓവർ വലുതൊന്നല്ല. നമ്മളെ സാധനങ്ങള് നമ്മളത് കൊണ്ടുപോയിട്ട് വീണ്ടും വീണ്ടും വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ അടുത്തിടയിൽ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ്, കുറച്ച് കേക്ക്, കുക്കീസ്, ഇത് ഇവിടുന്ന് ഉണ്ടാകും, ബ്രെഡ്, ബെന്നി ഒക്കെ. അപ്പൊ ഡിപ്ലോമയില് A to Z കാര്യങ്ങൾ ബേക്കിങ്ങിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ബക്ലാവ, അങ്ങനത്തെ അറബിക് ഡെസേർട്ട്, കുനാഫ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ചെറിയ ചെറിയ ഐറ്റംസ്, ചെറിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഔട്ട്ലെറ്റ് തുടങ്ങണം എന്നുള്ളത് എന്റെ ആഗ്രഹമല്ലായിരുന്നു. അപ്പം വരുന്ന കസ്റ്റമേഴ്സും സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കും മാമിന് എന്താ തുടങ്ങിയാലെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ വന്നതാണ്. അല്ലാണ്ട് ഇതില് ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നുള്ള 2 ആഗ്രഹങ്ങളാണ്. ഇതുപോലെ A to Z കാര്യങ്ങൾ പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള കാലിക്കറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് ഞാൻ. അല്ല പിന്നെ ഇനി പിന്നെ ഈ ഫീൽഡിലേക്ക് എങ്ങനെ എത്തി? ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിയത് ഇതിലേക്ക് വരണമെന്നൊന്നും വിചാരിച്ചതല്ല. ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളെ പഴയ വനിതാ പ്രോഗ്രാംസ് ഒക്കെ ഇല്ലായിരുന്നു, അത് കണ്ട് എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇപ്പൊ മനാഫ്ക്കാണെങ്കിലും പോയിട്ട് എവിടെയും പോയി കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഓർഡർ ചെയ്യുന്ന ഒരു സാധനം കേക്ക് എന്നുള്ള സാധനം. അപ്പൊ എനിക്ക് കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ട് പോയി പഠിച്ചതാണ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മനാഫ്ക്ക് എനിക്ക് ഇവിടെ ഓവനും കാര്യങ്ങളൊക്കെ വാങ്ങി തരികയൊക്കെ ചെയ്ത്. ഞാൻ പഠിച്ചത് ഫസ്റ്റ് എറണാകുളത്ത് നിന്നാണ്. മന്നേന്നാണ് സ്റ്റാർട്ടിങ്. മന്ന സ്കൂൾ അറിയാനായിട്ടുള്ള അവിടെ നിന്ന് സ്ഥലത്താണ്. അതിന്റെ ഒരുവിധം സ്ഥലത്തൊക്കെ ഞാൻ എറണാകുളത്തൊക്കെ ഒരുവിധം അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ക്രൈസ് ഓരോന്ന് പഠിക്കുമ്പോൾ അടുത്ത പഠിച്ചാലെന്താ, അടുത്ത പഠിച്ചെന്താന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ തോന്നുന്നു, ഞാൻ പോയിട്ട് പഠിക്കാറുണ്ട്. അപ്പൊ ലാസ്റ്റ് ഞാൻ ഡിപ്ലോമ കാര്യങ്ങളൊക്കെ ചെയ്തത് ബാംഗ്ലൂരിൽ. ഇനി മുന്നോട്ട് പഠിക്കണം എന്നുണ്ട്. ഒരു ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ദുബായില്.
ഇവരൊക്കെ ഇപ്പൊ കോഴ്സ് തുടങ്ങിയിട്ട് കുറെ ആദ്യമായിട്ട് വരികയാണ്. ഇവര് മൂന്നാളും ഇനി ആദ്യമായിട്ട് വരികയാണ്. ഇവരെന്താണ് ആദ്യമുള്ളതാണ്. ഇത് ഷീന എന്ന് പറയും, അത് ടിച്ചി എന്നറിയും. അപ്പൊ ഇവിടെ 1 വീക്ക് 2 വീക്ക് ഒക്കെ കഴിച്ചിട്ട് ഓരോ ആവശ്യപ്രകാരം തന്നെ അധികം കുട്ടികൾ ആവശ്യം ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരിടും. അപ്പൊ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് എടുത്തെടുക്കാറുണ്ട്. അപ്പൊ ഇവര് ഉണ്ടാവും ഇപ്പൊ 1 വീക്ക് കഴിഞ്ഞ് 2 വീക്ക് കഴിഞ്ഞ് ഫസ്റ്റ് 1 വീക്കിന് വന്നു വീട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ സെയിലൊക്കെ കൂടിയാലും 2 വീക്കായി 3 മന്തായി 1 മന്തായി അങ്ങനെ. ഇവരൊക്കെ ഇപ്പൊ കോഴിക്കോട് തന്നെയുള്ളവരാണല്ലേ? അല്ലാതെ ഇപ്പൊ നമ്മളെ ജില്ല വിട്ടിട്ട് പുറത്തുനിന്നൊക്കെയുള്ള ആരെങ്കിലും ഇവിടെ വരാറുണ്ട്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് കുറവാണ്. എന്നാലും വയനാട്ടിൽ നിന്നൊക്കെ 1 ഡേ ക്ലാസ് ആയാലും ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആൾക്കാർ വരാറുണ്ട്. അതല്ലാണ്ട് 1 മന്ത് 2 മന്ത് ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് നിന്നിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പം അതിന് വരാറുണ്ട്. അപ്പൊ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട്. ശനി ഞായർ ലീവാണ്. അപ്പൊ എനിക്ക് ശനി ഞായർ വിട്ടു പോവുകയും ചെയ്യാറ്. പിന്നെ തിങ്കളാഴ്ച വന്നിട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയും ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഡെയിലി മലപ്പുറത്ത് നിന്നൊക്കെ ആകുമ്പോൾ 1.5 മണിക്കൂർ. കണ്ണൂരിൽ തൃശ്ശൂരിൽ നിന്നൊക്കെ കുട്ടികൾ ഡെയിലി വരും. 9 മണി 9:30 ആകുമ്പോൾ ഇവിടെ ട്രെയിൻ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് സുഖമാണ്. ബസ് അറിയാലും സുഖമായതുകൊണ്ട് പെട്ടെന്ന് കുട്ടികൾ ഇവിടെ വന്നിട്ട് അങ്ങനെ പോകുന്ന കുട്ടികളുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഹോസ്റ്റലിൽ കുട്ടികളൊക്കെ ഉണ്ടാവും. ചെറിയ മക്കളുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്. അപ്പൊ അവരൊക്കെ വന്നിട്ടാണ്. അല്ലാത്ത കുട്ടികളാകുമ്പോ ഇവിടെ ഹോസ്റ്റലിൽ നമ്മള് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്ത് ഹോസ്റ്റലുണ്ട്. അപ്പൊ അവിടെ നിൽക്കാം. അപ്പൊ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇവിടെ കുറെ ഫെസിലിറ്റീസ് ഉണ്ട് നിൽക്കാൻ. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ കഴിഞ്ഞ കുട്ടികളുണ്ട്. കസിന്റെ വീട്ടിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കെന്നാണ്, വേറെ ആരുമില്ല. പിന്നെ ഇവിടെ സഹായിക്കാൻ രണ്ടാളുണ്ട്. രേച്ചിയുണ്ട്, പിന്നെ വേറെ ഒരാളും കൂടി ഉണ്ട്. അപോലെ ഉണ്ടാവും നല്ല സപ്പോർട്ട്. അപ്പൊ നമ്മള് 3 ആളുണ്ട്. അല്ലാണ്ട് സ്ഥാപനം ഒറ്റയ്ക്ക്. അപ്പൊ ഇവിടെ ഈ ക്ലാസ് ഇപ്പൊ ഈ ഭാഗത്തല്ലാതെ വേറെ അങ്ങോട്ട് കാര്യങ്ങൾ അത് ക്ലാസ് എടുക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടേക്ക് അവിടെ ഓഫീസും ഉള്ളിൽ തന്നെയാണ് ക്ലാസ്. പിന്നെ ബാത്റൂം ഉണ്ട്, പിന്നെ ഓവൻ റൂം. ഇതെല്ലാം ഓവൻ റൂം. ഇങ്ങോട്ടേക്ക് ഓവൻ റൂം ഉണ്ട്. ഇപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് ക്ലാസ്സിലെ വർക്കൊക്കെ ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് അങ്ങോട്ടാക്കി എന്തേലും രണ്ടാളിവിടെ രണ്ടാളവിടെ നിന്നിട്ട് വർക്ക് ചെയ്തിട്ട് ചിലപ്പോ ഇവിടെ 1 വീക്ക് ഇവിടെ നടക്കും, 2 വീക്ക് ഇവിടെ നടക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അവരോട് ചോദിക്കല്ലേ നമുക്ക് എന്താണ് ഇവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു നോക്കാം. നമുക്കിവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മള് ക്ലാസ് വരുന്നത് ഭയങ്കര ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ഇതാണ്. മിസ്സാണെങ്കിലും ഭയങ്കര കമ്പനിയാണ്. നല്ല ജോളി ആയിട്ട് പോകുന്നു. സ്ട്രെസ് ഒന്നും അറിയിക്കുന്നില്ല. നല്ല കംഫർട്ടില് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരും. ക്ലാസ് കഴിഞ്ഞാലും മിസ്സിനോട് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ മിസ് ഫുൾ ക്ലിയർ ആക്കി നമുക്ക് തരാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ അടുത്ത പ്രദേശത്ത് തന്നെ? ഞങ്ങള് പാവങ്ങാടാണ്. എല്ലാരും കോഴിക്കോട് തന്നെ ടൗൺ തന്നെയാണ്. ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ്? പിന്നെ ഏരിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഓൺലൈൻ ക്ലാസ് ഞാൻ സൂം മീറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയോ ആണ് ഓൺലൈൻ ക്ലാസ് എടുക്കാം. കഴിയുന്നത് ഞാൻ ഓൺലൈൻ ക്ലാസ് ഞാൻ പറയാം വന്നിട്ട് കോണ്ടന്റ് ഒക്കെ ആകുമ്പോൾ വന്നിട്ട് പഠിക്കാന്നുള്ളതാണ്. കാരണം നമ്മൾ അവരെ നമ്മുടെ സ്റ്റുഡൻസ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓല് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഓൺലൈനിൽ കണ്ടു ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പം കഴിയുന്നത് ഞാൻ കണ്ടു പഠിക്കാനാണ് പറയുന്നത്. അപ്പൊ ആണ് കൂടുതൽ കണ്ടുപഠിക്കുമ്പോഴാണല്ലോ കൂടുതലായിട്ട്. അതെ അതെ. Can you hold it?
ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെടാനൊക്കെ അവരെ ഫോൺ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ വീഡിയോയിൽ സ്ക്രീനിലൊക്കെ ഞാൻ എഴുതി കാണിക്കാം. അതേപോലെ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടാം, ഇൻസ്റ്റയായിട്ട് ബന്ധപ്പെടാം ഒക്കെ ചെയ്യാം. ഓ തീർച്ചയായിട്ടും 1 month വേണ്ടിയിട്ട് ഏത് കോഴ്സിന് വേണ്ടിയിട്ടും വിളിക്കുക. ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. ഫോൺ നമ്പറിൽ വിളിച്ചാൽ അതിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. നവീനയാൾ പോട്ടെ പിന്നെയും കാണാം. കൊറോണ ടൈം ആയതുകൊണ്ടാണ് ടൗണിലേക്കൊന്നും അങ്ങനെ വരില്ല. എപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴാണ് ഇപ്പൊ വരുന്നത്. ഓക്കെ എന്തായാലും എല്ലാവരും കുട്ടി ശരിയാ. ശരി.